ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അടവി ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് സമീപം തണ്ണിത്തോട് എന്ന് പറയപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്നതാണ് അടവി ടൂറിസ്റ്റ് കേന്ദ്രം. കോന്നിയിൽ നിന്നും ഏകദേശം 14 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം നമുക്ക് ഈ അടവി ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എത്തിച്ചേരാനായിട്ട്. കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന ഈ വനമേഖല പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായി വരുന്ന ഒരു വലിയ വനമേഖലയാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി വനമേഖലയിൽപ്പെട്ട ഈ അടവി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ്, അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നിപ്പം പങ്കുവയ്ക്കാനൊരുങ്ങുന്നത്. നമ്മൾ വളരെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെയധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഏകദേശം 100ഓളം ചെറുവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടും പിന്നിട്ട് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ വളരെ സുന്ദരമായ ഒരു ഉദ്യാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെയധികം ചെടികളും ചെറുവൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് സഞ്ചാരികൾക്ക് വളരെയധികം സൗകര്യപ്രദമായ രീതിയിൽ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നതിൻ്റെ അടവി ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ ഇരുവശങ്ങളിലായി വളരെ മനോഹരമായ രീതിയിൽ ഒരു പൂന്തോട്ടം ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ ചെടികളുടെ ആ ഒരു പച്ചപ്പോ പൂക്കളുടെ വലിയ സാന്നിധ്യമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എങ്കിൽ പോലും വളരെ ചിട്ടയോടുകൂടി ക്രമമായി വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന ഒരു പൂന്തോട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ധാരാളം ചെറുവൃക്ഷങ്ങൾ, അതായത് വനമേഖലയിലൊക്കെ കാണപ്പെടുന്ന ചെറിയ ചെറിയ വൃക്ഷങ്ങൾ, പൂക്കളും കായ്കളും ഒക്കെയുള്ള വൃക്ഷങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ചെടികളും വൃക്ഷങ്ങളും എല്ലാം നിറഞ്ഞ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പൂന്തോട്ടമാണ്. മഴക്കാലമൊക്കെ എത്തുമ്പോഴത്തേന് നല്ല ഒരു കാഴ്ച ഭംഗി ഉണ്ടാവും. ഇപ്പോൾ പൂക്കളധികം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിതൊരു വരണ്ട ഒരു പൂന്തോട്ടമായിട്ട് തോന്നുന്നത്. പക്ഷേ വളരെ ചിട്ടയോടുകൂടി തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട്, ഭംഗിയായി വൃത്തിയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേനൽക്കാലമായതുകൊണ്ട് തന്നെ അത്രത്തോളമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെ സഞ്ചാരികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കുവാനും അതുപോലെ തന്നെ ചെറിയ സ്നാക്സുകളൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇവിടെ സമയം ചെലവഴിക്കാനും ഒക്കെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ രാവിലെയൊക്കെ തിരക്ക് കാണും, അത് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് തിരക്ക് കുറവാണ്. പക്ഷേ വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്ന ശനി ഞായർ ദിവസങ്ങളിലൊക്കെ സജീവമായിട്ട് തന്നെ ഇവിടെ ആളുകളുണ്ടാവും. ആ കാഴ്ചകളൊക്കെ നമുക്ക് വളരെ മനോഹരമായ ഒരു അനുഭവമാണല്ലോ ഉളവാക്കുന്നത്. ഇവിടെ പിന്നിട്ട് നമ്മൾ താഴേക്ക് അടവി ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രമായ ജലാശയത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടവഞ്ചിയിലുള്ള സവാരിയാണ്. ധാരാളം ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ ദിവസേന ഈ കുട്ടവഞ്ചി സവാരിക്കായി ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണത്. അതിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകൾ, കുട്ടവഞ്ചികളുടെ കാഴ്ചയിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ സഞ്ചാരികൾ കുറവായത് കാരണം കുറച്ച് കുട്ടവഞ്ചികൾ ഇവിടെ കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ചൂരൽ കൊണ്ടാണ് പ്രധാനമായി ഈ കുട്ടവഞ്ചികൾ നിർമ്മിച്ചിരിക്കുന്നതിന് പ്ലാസ്റ്റിക്കും മറ്റു സാമഗ്രികളും ചേർത്ത് വെള്ളം കയറാത്ത രീതിയിൽ അത് ഭംഗിയായി കവർ ചെയ്ത് ചൂരലിനാൽ നിർമ്മിക്കപ്പെട്ട വളരെ മനോഹരമായൊരു കാഴ്ച. സുരക്ഷിതമായ രീതിയിൽ ആളുകളെ സഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന രീതിയിൽ നല്ല ഭംഗിയോടുകൂടിയ ചെറിയ കുട്ടവഞ്ചികൾ. ഒരു കുട്ടവഞ്ചിയിൽ 5 പേർക്ക്, 4 യാത്രക്കാർക്കും ഒരു തുഴച്ചിൽക്കാരനും യാത്ര ചെയ്യാവുന്ന രീതിയിലാണത് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. 5 പേർക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഇരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു കുട്ടവഞ്ചിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ പിന്നിട്ട് നമ്മൾ താഴേക്ക് വീണ്ടും ആ കുട്ടവഞ്ചി സവാരി നടത്തുന്ന കടവിലേക്കുള്ള യാത്രയിലാണ്. വളരെ മനോഹരമായ രീതിയിൽ വഴിയും മറ്റു പരിസരങ്ങളുമൊക്കെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും കാണുന്ന പോലുള്ള മാലിന്യങ്ങളോ വൃത്തിഹീനമായ അന്തരീക്ഷമൊന്നുമില്ല. വളരെ സുഖകരമായ രീതിയിൽ വളരെ ഭംഗിയോടുകൂടി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ഇത് ശരിക്കും വനം വികസന കോർപ്പറേഷൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും മറ്റു ആളുകളുമാണത് പരിപാലിച്ചു പോരുന്നത്.
താൽക്കാലികമായി എടുത്ത ജീവനക്കാരുമൊക്കെയാണ് ഇതിന് പരിപാലനത്തിനും മറ്റു ഈ കുട്ടവഞ്ചി സവാരിക്കുമൊക്കെ ആയിട്ട് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എല്ലാവരും വളരെ ഭംഗിയായി അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ പരിസരത്തെങ്ങും യാതൊരുവിധ മാലിന്യമോ ഒരു പേപ്പറോ ഒരു കുപ്പിയോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വേസ്റ്റോ അങ്ങനെയുള്ള ഒരു സംഗതികളും ഇവിടെ ഇല്ല. വനമാണെങ്കിൽ പോലും അതിൻ്റെ അടിക്കാടുകളെല്ലാം തെളിച്ച് വളരെ മനോഹരമായ രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഈ കടവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കടവിലെ കാഴ്ചകൾ, അതായത് ധാരാളം കുട്ടവഞ്ചികൾ ഇവിടെ കെട്ടിയിരിക്കുന്നത് കാണാം. സാധാരണഗതിയിലെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. അപ്പം അതിനനുസരിച്ച് അവർ വഞ്ചികളെ ക്രമീകരിച്ച് തുഴച്ചിൽക്കാരെ ഏർപ്പെടുത്തി ഇവിടെ നിന്നും യാത്ര പുറപ്പെടുന്നതാണ്. ഒരു കുട്ടവഞ്ചിയിൽ 4 പേരെയാണ് 4 പേർക്കാണ് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നത്. 4 പേർക്ക് ഉള്ള റേറ്റ് എന്ന് പറയുന്നത് അരമണിക്കൂർ യാത്രയ്ക്ക് 600 രൂപയാണ് ഈടാക്കുന്നത് 4 പേർക്കായിട്ട്. അപ്പം അങ്ങനെ ആ രീതിയിൽ നമുക്ക് 2 പേരേ ഉള്ളെങ്കിൽ നമുക്കൊരു കുട്ടവഞ്ചി നമുക്ക് എടുത്ത് പോകാൻ പറ്റും. അപ്പം 600 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. 4 പേരുണ്ടെങ്കിൽ 600 രൂപ. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. അരമണിക്കൂർ യാത്രയാണ് ഈ ജലാശയത്തിൽ. കല്ലറയാറിൻ്റെ ജലാശയമാണിത്. കല്ലറയാറ്റിൽപ്പെടുന്ന ഭാഗങ്ങളാണ് ഇവയൊക്കെയും. ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ മണൽപ്പരപ്പിലേക്ക് താഴേക്ക് ഇറങ്ങിയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് മഴക്കാലമൊക്കെ ആയാൽ വെള്ളം വളരെ ഉയർന്ന് ഈ മുകളിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഈ കുട്ടവഞ്ചികളൊക്കെ നമ്മൾ മുമ്പേ കണ്ടതുപോലെ മുകളിൽ അത് കയറ്റി വയ്ക്കാനുള്ള സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നത്. മഴക്കാലം ആകുമ്പോഴേക്കും അതിനടുത്ത് വരെയൊക്കെ വെള്ളം എത്തിച്ചേരും. അപ്പം അങ്ങനെ എന്തുകൊണ്ടും നല്ല മനോഹരമായ വൃത്തിയുള്ള ഒരു കാഴ്ച, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും നമ്മളിവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. ഇവിടെ കുട്ടവഞ്ചിയിലെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കുട്ടവഞ്ചിയിൽ കയറി നമ്മൾ യാത്ര മുൻപോട്ട് പോവുകയാണ്. ഈ ജലാശയത്തിൽ കൂടി അരമണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. വളരെ സുന്ദരമായ കാഴ്ചകൾ, അതായത് ഈ ജലാശയത്തിൻ്റെ ഇരുവശങ്ങളിലും ഇടതൂർന്ന് നിൽക്കുന്ന വനമേഖലകൾ, അതിൻ്റെ നടുവിൽ കൂടിയുള്ള ഈ ജലാശയം, അതിലെ ഒരു യാത്രയും അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും കുളിർമയും ഒക്കെ നമുക്ക് എന്തുകൊണ്ടും മനുഷ്യൻ്റെ ഒരു മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ശരിക്കും നമ്മൾ വേനൽ ചൂടിൽ നിന്നൊക്കെ മാറി ഈ ഇങ്ങനെയുള്ളൊരു പ്രദേശത്ത് എത്തിച്ചേരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കുളിർമയുണ്ട്, ഒരു തണുപ്പുണ്ട്, വളരെ സുഖകരമായ ഒരു കാലാവസ്ഥ. അത് അനുഭവിക്കുക തന്നെ വേണം. ഈ ജലാശയത്തിൽ കൂടിയുള്ള യാത്ര, ഒരുപാട് ആളുകൾ ഈ വേനൽക്കാലത്ത് ഇവിടെ എത്തിച്ചേരാറുണ്ട്. ചൂടിൽ നിന്നും ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ശാന്തതയാണ്. വനമാണെങ്കിൽ പോലും ഇവിടുത്തെ കിളികളുടെ ഈ ഒരു ഒച്ചയും ശബ്ദവും ഒന്നും അല്ലാതെ മറ്റ് യാതൊരു രീതിയിലുള്ള ബഹളമോ ആളുകളുടെ തിരക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. മനുഷ്യന് ശാന്തമായ അന്തരീക്ഷത്തിൽ സഞ്ചാരം നടത്താൻ പറ്റുന്ന ഒരു ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ വലിയ ആഴമൊന്നുമില്ല എങ്കിൽ പോലും ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ആഴമുണ്ട്. മഴക്കാലമായാൽ ഇതൊന്നുമല്ല, ഇതിനേക്കാൾ ഒരു 3-4 ആൾ പൊക്കത്തിലെ വെള്ളം ഇവിടെ വരുമെന്നാണ് ഈ നമ്മുടെ തുഴയുന്ന ആൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിത്തട്ടൊക്കെ കാണാം. പല സ്ഥലങ്ങളിലും അടിത്തട്ട് കാണാവുന്ന രീതിയിലാണ്. വെള്ളം വളരെ കുറവാണ് എങ്കിൽ പോലും നല്ല രീതിയിൽ ചില സ്ഥലങ്ങളിൽ നല്ല ആഴമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഈ കല്ലാറെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് കല്ലുകളുടെ സാമീപ്യം, അതായത് കല്ല് കൂടിയ സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ അടിത്തട്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെ മുൻപോട്ടുള്ള ഒരു യാത്രയെന്ന് പറയുന്നത് ഇരുവശങ്ങളിലും കാടുകളുടെ ആ ഒരു സാമീപ്യം, ഇടതൂർന്ന വനമേഖലകൾ, അതുപോലെ തന്നെ ഈ ജലാശയത്തിലേക്ക് തള്ളി നിൽക്കുന്ന കമ്പുകളും വൃക്ഷങ്ങളും എന്തുകൊണ്ടും മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ച. അത് നമ്മൾ അനുഭവിക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടുത്തെ വന്യമൃഗങ്ങളുടെ ഒരു സാന്നിധ്യമാണ്. പലപ്പോഴും കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ഒരു സാന്നിധ്യം എല്ലാ ദിവസങ്ങളിലും ഇവിടെ അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് കാടിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം കുടിക്കുന്നതിനൊക്കെ ധാരാളം വന്യമൃഗങ്ങൾ
കാട്ടുപോത്ത്, ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ഈ ജലാശയത്തിൻ്റെ ഇരുകരകളിലും എത്തുകയും വെള്ളം കുടിച്ച് മടങ്ങുന്ന കാഴ്ചകളുമൊക്കെ വളരെ സർവ്വസാധാരണമായി കാണുന്നൊരു കാഴ്ചയാണ്. പക്ഷേ ഇപ്പം നമ്മൾ പോകുന്ന വഴിക്കൊന്നും കാണുന്നില്ല, മൃഗങ്ങളെയൊന്നും കാണുന്നില്ല. ഏതാനും ചില കുരങ്ങുകളോ അങ്ങനെയൊക്കെയുള്ള ചെറിയ മൃഗങ്ങളെയൊക്കെ കാണുന്നുള്ളൂ. പക്ഷേ പലപ്പോഴും ആനയുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് രാവിലെയൊക്കെയും ആനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. കാട്ടാനയുടെ ശല്യം വളരെയേറെയുള്ളൊരു വനമേഖലയാണ് ഈ കോന്നി വനമേഖല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ജലാശയത്തിൻ്റെ ഈ കല്ലാറിൻ്റെ സമീപം ഈറ്റകൾ കാടുകളാണ്. അത് ധാരാളം ഈറ്റകളുള്ളൊരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ഈറ്റ തിന്നുന്നതിനായി കാട്ടാനകൾ സർവ്വസാധാരണമായിട്ട് ഇവിടെ എത്തിച്ചേരും. എല്ലാ ദിവസങ്ങളിലും ആനയുടെ സാന്നിധ്യം, ഒന്നിലധികം ആനകൾ ഈ ഭാഗങ്ങളിലൊക്കെയും കാണപ്പെടാറുണ്ട്. ഈ വേനൽക്കാലം ആകുമ്പോൾ അവ ഈ തോടിന് അക്കരയ്ക്ക്, തോടിൻ്റെ ഈ കല്ലാറിന് അക്കരയ്ക്കര നടന്ന് നീന്തി കയറി പോകുന്ന കാഴ്ചകളൊക്കെ ഇവിടുത്തെ ജീവനക്കാരും വിനോദസഞ്ചാരികളൊക്കെ കാണാറുണ്ട്. അത്രത്തോളം വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ആക്രമണം വളരെ കുറവാണ്. അവ തീറ്റ തേടി വരുന്നതായതുകൊണ്ട് തന്നെ അവയുടെ വഴിക്ക് തന്നെ പോകും. അവയെ പ്രകോപിപ്പിക്കാനോ മറ്റു ശല്യങ്ങളോ ചെയ്യാതിരുന്നാൽ അവ നമുക്ക് വളരെ സുന്ദരമായൊരു കാഴ്ച പ്രദാനം ചെയ്യും. അപ്പം അങ്ങനെ ജലാശയത്തിൽ കൂടിയുള്ള ഈ യാത്ര മുൻപോട്ട് പോകുമ്പോഴേ നമുക്ക് വളരെ അപൂർവങ്ങളായ വൃക്ഷങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പക്ഷികളെയുമൊക്കെ കാണാൻ സാധിക്കും. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന വനത്തിലെ ഒരുപാട് അപൂർവങ്ങളായ വൃക്ഷങ്ങൾ, പല വൃക്ഷങ്ങളും അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് മനോഹരമായ ഒരുപാട് മരങ്ങളുമൊക്കെ നമുക്ക് ഈ തോടിൻ്റെ ഇരുവശങ്ങളിൽ, ഈ ജലാശയത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കാണാൻ സാധിക്കും. അതുതന്നെ വലിയൊരു കാഴ്ചയാണ്. ഇവയൊക്കെ കാണാനും ഈ വൃക്ഷങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനും ഈ പക്ഷികളെക്കുറിച്ച് അറിയാനും ഒക്കെ ആയിട്ട് തന്നെ ഒരുപാട് ആളുകൾ, അവയെക്കുറിച്ച് പഠിക്കുന്നവരൊക്കെ എത്തിച്ചേരുന്ന ഒരു പ്രദേശം കൂടാണിത്. അത്രത്തോളം പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഈ കോന്നി വനമേഖലയിൽപ്പെട്ട അടവി എന്ന് പറയുന്നത്. അടവി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വനം എന്നാണ്. പ്രാചീന കാലത്ത് അടവി എന്ന് പറഞ്ഞിരുന്ന അവർ വനം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് അർത്ഥമാക്കിയിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും അടവി എന്ന പേര് ഈ വനമേഖലയ്ക്ക്, ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിന് തികച്ചും അനുയോജ്യമായ ഒരു പേരാണ് ഇതിൻ്റെ അധികൃതർ ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് എന്തുകൊണ്ടും കണ്ണിനും കാതിനും കുളിർമയേകുന്ന കാഴ്ചകളും മനോഹരമായ അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നൊരു യാത്രയും നമുക്ക് ഈ കുട്ടവഞ്ചി സവാരിയെ നമുക്ക് പറയാം. വളരെ അധികം സ്ഥലങ്ങളിലൊന്നും ഈ കുട്ടവഞ്ചി സവാരികൾ നമ്മുടെ കേരളത്തിലില്ല, അപൂർവമായിട്ടേ ഉള്ളൂ. അതിലേറ്റവും പ്രസിദ്ധമായത് ഈ കോന്നിയിലെ തണ്ണിത്തോട്ടിലെ അടവിയിലെ കുട്ടവഞ്ചി സവാരിയാണ്. ആഴ്ചയിലെ എല്ലാ ദിവസവും, തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഈ വിനോദസഞ്ചാര കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. തിങ്കളാഴ്ച അവധിയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇവിടെ വിനോദസഞ്ചാരികൾക്ക് ഈ കുട്ടവഞ്ചിയിൽ സവാരി ചെയ്യാനുള്ള അവസരമുണ്ട്. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമായ രീതിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ലൈഫ് ജാക്കറ്റുമൊക്കെ ധരിപ്പിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയാണ് നമ്മളെ ഈ ജലാശയത്തിലെ ഈ യാത്രയിൽ അവർ വിടുന്നത്. ഒരു രീതിയിലും പേടിക്കേണ്ടതായ യാതൊരു കാര്യങ്ങളുമില്ല. വളരെ സുരക്ഷിതമായ യാത്രയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ജീവനക്കാരുടെ സഹകരണം, എല്ലാ രീതിയിലും അവർ നമ്മളെ കാഴ്ചകൾ കാണിക്കുന്നതിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിലും അവർക്ക് വളരെ ഒരു ശ്രദ്ധയുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു അനുഭവം പ്രദാനം ചെയ്യുന്നൊരു യാത്രയെന്ന് നമുക്കിതിനെ പറയാം. അതുപോലെ തന്നെ ഈ ജലാശയത്തിലെ മറ്റു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ മത്സ്യസമ്പത്താണ്. ധാരാളം മത്സ്യങ്ങൾ ഈ ജലാശയത്തിൽ എപ്പോഴും സർവ്വസാധാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ പ്രത്യേകതരം കരിമീനുകളെ, അതുപോലെ തന്നെ മറ്റു വളർത്തുമീനുകളെ, അങ്ങനെയൊക്കെയുള്ള ശുദ്ധജല മത്സ്യങ്ങൾ ധാരാളം കാണുന്ന ഒരു സ്ഥലമാണിത്. അവയെ നമുക്ക് പിടിക്കാനുള്ള അവകാശമൊന്നുമില്ല. അതൊക്കെ വനം വകുപ്പിന് നിക്ഷിപ്തമായിരിക്കുന്നതാണ്. നമുക്ക് അങ്ങനെ പിടിക്കുവാനോ അല്ലെങ്കിൽ മറ്റു ചൂണ്ടയിടാനോ ഒന്നും പറ്റില്ല. കാലാകാലങ്ങളിൽ അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ അതൊക്കെ മീൻ പിടിക്കുകയും അവയെ വിൽക്കുകയൊക്കെ ചെയ്യാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു അവകാശമില്ല. അതുപോലെ തന്നെ ഈ
ശുദ്ധജല തടാകത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ അരമണിക്കൂർ ദൈർഘ്യമുള്ള യാത്ര കൂടാതെ കുറച്ചുകൂടി ദൂരം യാത്ര ചെയ്യുവാനായി നമുക്ക് മറ്റൊരു പാക്കേജും കൂടെ ഇവിടെ അവൈലബിളാണ്. അതായത് കുറച്ചേറെ സമയം യാത്ര ചെയ്യേണ്ടവർക്ക് അതിനനുയോജ്യമായ പാക്കേജുകൾ അവൈലബിളാണ്. അപ്പോൾ അതൊക്കെയും ഇതിൻ്റെ ഓഫീസിൽ നമുക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കും. അടവി ടൂറിസ്റ്റ് കേന്ദ്രം കുട്ടവഞ്ചി സവാരി സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കുട്ടവഞ്ചി സവാരിയിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സവാരി കഴിഞ്ഞ് എത്തിച്ചേരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെയും, അതായത് നമ്മൾ ഇറങ്ങിത്തീരുന്ന ഇതിൻ്റെ ഈ കരകളിലൊക്കെയും വളരെ വൃത്തിയോടുകൂടി ഇരിക്കുവാനും നടക്കുവാനും ഒക്കെയുള്ളൊരു സംവിധാനം അവരൊരുക്കിയിട്ടുണ്ട്. അതിൻ്റെ വശങ്ങളിലേക്ക് കുറച്ച് കൂടുതൽ യാത്ര ചെയ്യുവാനും അവിടുത്തെ കാഴ്ചകൾ കാണുവാനും ഒക്കെ നമുക്ക് അവസരമുണ്ട്. പക്ഷേ വളരെ അകലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഇത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വനമേഖലയാണ്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നമ്മൾ ദൂരേക്കെങ്ങും പോകാതിരിക്കുന്നതാണ് വളരെ നല്ലത്. ഈ ചുറ്റുവട്ടത്തൊക്കെയും വൃത്തിയുള്ള ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കുവാനും സഞ്ചരിക്കുവാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇങ്ങോട്ട് വന്യമൃഗങ്ങളുടെ വലിയ ആക്രമണമൊന്നും ഉണ്ടാകാറില്ല. കാരണം ഇതിൻ്റെ ചുറ്റും കിടങ്ങ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ വരാതിരിക്കാനായി വലിയ കുഴികൾ കുഴിച്ച് കിടങ്ങ് കുഴിച്ച് സംരക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഓഫീസോ ഈ മുമ്പേ കാണിച്ച ഉദ്യാനമോ അല്ലെങ്കിൽ ഈ നമ്മൾ വന്ന് ബോട്ട് സവാരി നടത്തുന്ന സ്ഥലങ്ങളിലേക്കോ ഒന്നും മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ചുറ്റുപാടും കിടങ്ങ് കുഴിച്ച് വേലി കെട്ടി മൃഗങ്ങൾ വരാത്ത രീതിയിൽ സുരക്ഷിതമായിട്ടാണ് അതൊക്കെയും ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കാണണം, കണ്ട് അത് ബോധ്യപ്പെടണം. അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും, അതായത് ഈ കോന്നിയിലേക്ക് എത്തിച്ചേരാൻ, തണ്ണിത്തോട്ടിലേക്ക് എത്തിച്ചേരാൻ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഉൾപ്പെടെ, പ്രൈവറ്റ് ബസ്സുകൾ ഉൾപ്പെടെ ഒരുപാട് ബസ് സർവീസുകളുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിൽ എത്തിച്ചേരുന്നവർക്കും സൗകര്യപ്രദമായ രീതിയിൽ ഇവിടെ എത്തിച്ചേരാം. വാഹന പാർക്കിങ്ങിന്, ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഉള്ള സമയങ്ങളിൽ ഇതിലേക്കുള്ള പ്രവേശനമുണ്ട്. അപ്പം കാണുക. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ വരുന്നുണ്ട്. ആ വീഡിയോ കാണുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ടിൽ ദെൻ ബൈ.